ഹലോ, നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് നമ്മുടെ വീടിൻ്റെ ഇതുവരെ ഉള്ള വർക്കിനെ പറ്റിയാണ്. ഇന്ന് 30/5/2024. ഇന്ന് നമ്മുടെ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ജൂൺ മാസത്തിലാണ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ഓടുകളാണ്. ഇത് നമ്മളെ പുതിയൊരു അടുക്കള ഉണ്ടാക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. ഒരു ഓടിന് 18 രൂപ എന്ന ബേസിലാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. സെക്കൻഡ് ഹാൻഡ് ഓടാണ്. നമ്മുടെ മതിലിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. നമ്മുടെ വീട് ഏകദേശം ഈ വർക്കിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീട്ടിൽ കറണ്ട് കൊടുക്കുന്നത് കേട്ടോ. കറണ്ട് നമ്മൾ ഇവിടെയാണ് സർവീസിൻ്റെ, അതായത് കറണ്ട് വരുന്നത് ഈ ഭാഗത്താണ്. പോസ്റ്റ് ഇവിടെയാണ് വരുന്നത്. ഈ പോസ്റ്റിൽ നിന്ന് നേരെ ഇവിടേക്കാണ് കറണ്ട് കിട്ടുക. ഇതുണ്ടല്ലേ, ഇത് 1-2 ആൾ എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനത്തെ കേബിൾ വാങ്ങുന്ന സമയത്ത് പിന്നെ വലിയ കേബിളിൻ്റെ, അതായത് ഇങ്ങനെ പൈപ്പിൻ്റെ ആവശ്യം എന്താണ്. നമ്മളൊന്നും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈപ്പ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ തറേൻ്റെ അടിയിലാട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ തറയുടെ അടിയിലൂടെ പോയിട്ട് ഈ ഭാഗത്തു കൂടെ പോയിട്ട് നേരെ നമ്മളെ ഇവിടേക്ക് വന്ന് കയറും. വീടിൻ്റെ ഈ ചുമരിലേക്ക് വന്ന് കയറും. ഇത് നമ്മളെ കോമ്പൗണ്ടാണ് കേട്ടോ. കോമ്പൗണ്ടിൻ്റെ ഏരിയ ആണിത്. നമ്മുടെ വീട് നിൽക്കുന്നത് 6 സെൻറ്റ് ഭൂമിയിലാണ്. കറക്റ്റ് 6 സെൻറ്റാണ്. ബാക്ക് വശമാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീടിനെ പറ്റി ഒരുപാട് പേര് കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്, നമ്മളെ വീടിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ. 4 തൂണാണ് നമ്മുടെ വീട്ടിൽ മൊത്തത്തിലുള്ളത്. ഒരു ചെറിയൊരു കാർ പോർച്ച് ഉണ്ട്. നല്ല വലുപ്പത്തിലൊന്നുമല്ല, ഒരാവശ്യത്തിനുള്ള സൗകര്യത്തിലുള്ള ഒരു കാർ പോർച്ചാണുള്ളത്. അതിൽ മുറ്റത്തിന് നല്ല ഭംഗിയായാൽ തന്നെ നമുക്ക് വീടിനൊന്നും കൂടി ഐശ്വര്യം ഉണ്ടാകും. കാരണം നമ്മളെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഫ്രണ്ടേജിലാണ്. നമ്മളെ മതിൽ വരുന്നത്, മതിലിൻ്റെ കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഭാഗം കെട്ടി. കാരണം വെള്ളം വരുന്ന ഭാഗമാണിത്. വെള്ളം ഈ നമ്മളെ പറമ്പിലേക്ക് കയറാതിരിക്കാൻ നമ്മളെ ഈ ഭാഗത്ത് ഇതൊരു നല്ല ഇറക്കാണ്. ഇത് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. അവിടുന്ന് ഇങ്ങനെ വെള്ളം താഴത്തോട്ട് വരും. അപ്പോൾ നമ്മളെ പറമ്പിലേക്ക് കയറാതെ നേരെ റോട്ടിലേക്ക് പോകും. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇതുണ്ടല്ലേ, ഇത്രയും ഭാഗം. നമ്മളെ ഗേറ്റ് വരുന്നത് 16 അടി വലുപ്പത്തിലാണ്. അപ്പോൾ 2 സ്ലൈഡിങ് ഗേറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പകൽ സമയങ്ങളിൽ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഏരിയ നമുക്ക് മിറ്റമായിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം അത്രയും ഏരിയ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 ഏരിയയിൽ ഓട് നല്ലോണം നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ഓട് കണ്ടില്ലേ, 3 കമ്പി പുറത്തേക്കുണ്ട്. നമ്മൾ പരമാവധി പുറത്തേക്ക് തള്ളാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പുറത്തേക്ക് തള്ളിയതുകൊണ്ട് നമുക്ക് അത്രയും ഏരിയ ഇതാവും. എന്നാലും എനിക്ക് തോന്നുന്നു കാറ് മൊത്തത്തിൽ ഇതിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ മച്ചിൻ്റെ വർക്ക് കേട്ടോ. മച്ചിൻ്റെ പലകയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, താല്പര്യമുള്ളവരൊന്ന് കയറി കാണുക. പിന്നെ ഇത് നമ്മുടെ പഴയ കട്ടില, ജനൽ, വാതിൽ, അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒരേ അളവിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മച്ച് ചെയ്യുന്നത്. പഴയ രീതിയിലുള്ളൊരു മച്ചാണ് ചെയ്യുന്നത്. എല്ലാ ജനലുകളും, എല്ലാ ബെഡ്റൂമിൻ്റെ ഒരു ജനൽ ഓപ്പൺ വിൻഡോ ആയിട്ടാണ്, അതായത് ബേ വിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. നമുക്കത് അതിലിരിക്കാം, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ ഉള്ളിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ കളർ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനലിനെ കൊടുക്കാനുള്ള കളർ ഗ്ലാസ്സാണ് അത്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരായിട്ടൊന്ന് കയറി കാണുക. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഡോറ് കൊടുത്തതാണ്. ഫ്രണ്ടിലൊക്കെ നമ്മൾ ഇരുമ്പിൻ്റെ കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ജനലുകൾ മൊത്തം സിമെൻ്റാണ്. അതിലൊന്നും നമ്മൾ ഫ്രണ്ടിൽ ഈ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും മാത്രമാണ് നമ്മൾ ഇരുമ്പിൽ കൊടുത്തിട്ടുള്ളത്, GI പൈപ്പിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ
ഇത് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. 10x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സീലിങ്ങിൽ മച്ച് ചെയ്യാനുള്ള ഹോളാണ് ഈ കാണുന്നത്. മച്ചിന് വേണ്ടിയിട്ടുള്ള ഹോള് കൊടുത്തിട്ടുള്ളതാണ്. മച്ച് ഏകദേശം 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അവരിവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മച്ചിൻ്റെ പ്ലാനിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലകൊക്കെ ഏകദേശം നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബേവിൻ്റെ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ബേവിൻ്റെ. ഒന്ന് ചാരി ഇരിക്കണം. ഒന്ന് 5 അടി വലിപ്പമുണ്ട് ഏകദേശം ബേവിൻ്റെ. അതിൽ നമുക്ക് കാലിന്മേ ഒരാൾക്ക് ചാരി ഇരുന്ന് വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാനൊക്കെ സുഖമായിരിക്കും. ഇവിടുന്ന് ഇസ്തിരി ഇടണം തോന്നുന്നവർക്ക് ഇവിടെ ഒരു വിരിച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്. പ്ലഗ് പോയിന്റ് നമ്മളെ വീട്ടിൽ ഒരുപാട് കൊടുത്തിട്ടില്ല. അതായത് ബെഡ് സ്വിച്ച് കാര്യങ്ങളൊന്നും നമ്മളെ വീട്ടിൽ കൊടുത്തിട്ടില്ല. ബെഡ് സ്വിച്ച് എന്നുള്ള ഉദ്ദേശം നമുക്ക് നമ്മുടെ വീട്ടിൽ അതിനോട് നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ AC പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ഭാവിയിലേക്ക് എത്ര ഓടിട്ട വീടാണെന്ന് പറഞ്ഞാലും ഭാവിയിലേക്ക് ചൂടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്ലഗ് പോയിന്റ് നമ്മൾ കട്ടിലിനുള്ള പ്ലഗ് കൊടുത്തിട്ടില്ല. ഇത് ബാത്റൂമാണ്. ബാത്റൂമിൽ നമ്മൾ ചൂടുവെള്ളത്തിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ ഹീറ്റർ വയ്ക്കാനുള്ളതാണിത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിൻ്റെ വർക്ക് മാത്രമേ ഇപ്പോൾ ടൈലിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ഇടാൻ നമ്മൾ മച്ചിൻ്റെ വർക്ക് കഴിയാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ടൈലൊക്കെ നമ്മളെ വീട്ടിൽ സെറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അത് വെക്കണമെങ്കിൽ നമ്മൾ മുകളിൽ മച്ച് കഴിയാതെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ഹൈറ്റുള്ള സാധനം, നല്ല വെയിറ്റുള്ള മരങ്ങളല്ലേ. ഒന്ന് ചാടിയാൽ നമ്മൾ ടൈലൊക്കെ വെറുതെ ആയിപ്പോകും. ബാത്റൂമിലെല്ലാം ഇതൊക്കെ ചെയ്തു. ബാത്റൂമിൽ ഈ കാണുന്ന ടൈലില്ലേ, ഇതിന് നമുക്ക് 30 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത്. ഈ ടൈലിന് ഇതിനും 30 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ കുറഞ്ഞ റേറ്റ് എന്നുള്ളത് നോക്കണം, വേറൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് കുറച്ച് ഏരിയയ്ക്ക് മതി. അപ്പോൾ നമ്മൾ ഗോഡൗണിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ സാധനമൊന്നും ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള സ്റ്റോക്കുകൾ കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലോട്ടിന് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു 50, 40, 45 രൂപയൊക്കെ സ്ക്വയർ ഫീറ്റിന് വരുന്ന സാധനമാണ്. അത് നമുക്ക് ഇങ്ങനെ കുറഞ്ഞെടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ താല്പര്യമുള്ളവർക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഇന്ന ടൈൽ തന്നെ വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കൊന്നും നടക്കില്ല. അത് നമുക്ക് നമ്മളെ ആഗ്രഹത്തിലുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റം നമുക്ക് കിട്ടും കേട്ടോ. അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർക്ക് ഒന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽസ്. ഇത് നമ്മുടെ മോൻ്റെ റൂമാണ്. ഇതിന് 9x8 ഇതിൻ്റെ സൈസ് വരുന്നത്. നമ്മുടെ ആഗ്രഹത്തിൽ പണ്ടത്തെ ഒരു റൂമായിരുന്നു. അതായത് മൊത്തം ഇരുട്ട്. അവനെപ്പോഴും പറയും അവൻ്റെ റൂം എപ്പോഴും ഇരുണ്ട് നിൽക്കണം. അത് വിചാരിച്ചിട്ടല്ല, നമുക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് മച്ചൊക്കെ വരുമ്പോൾ മച്ചിൻ്റെ റൂമാണ് തുറക്കുമ്പോൾ ഇരുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക, പഴയ ഒരു വൈബ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ. അത് ഞാനിട്ട 1-2 വീഡിയോയിൽ നമ്മുടെ പഴയ 1-2 വീഡിയോയിൽ ഉണ്ടായതിൻ്റെ ഇത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇരുട്ടായിട്ട് കയറുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇത് ബേവിൻഡോ ഉണ്ടോ, ഈ ബേവിൻഡോ ഇത് മോൻ്റെ റൂമത്തെ ബേവിൻഡോ ആണ്. നമുക്കിത് കാണാൻ നല്ല രസമാണ്. ഇതിലിങ്ങനെ ഇരുന്നിട്ട്, ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചോദിക്കാം, ഇരുന്നിട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരുന്ന് അല്ലേ നല്ല വൈബായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. നല്ല കാറ്റാട്ടോ അപ്പോൾ കൊള്ളണ്. പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഇപ്പം ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നത് നല്ല വെയിലുള്ള സമയമാണ്. ഒരു സമയം 11 മണി 11:30 സമയം. ഈ സമയത്ത് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റാണ് വരുന്നത്. സുന്ദരമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. ഈ ഭാഗത്ത് 2 ജനലുകളാണ്. എല്ലാ ബെഡ്റൂമിലും ഒരു ചുമരിന് നമ്മൾ നടുക്ക് ഫ്രീ ആക്കി കൊടുത്തിട്ടുള്ളത്. ഈ ജനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഒരു ദിവസം വർക്കിന് പോയി വരുന്ന സമയത്ത് ഈ ജനൽ കൊടുത്തിരുന്നത് ഈ ഭാഗത്തായിരുന്നു. ഇതുണ്ടല്ലേ, ഇത്രയും ഏരിയ കഴിഞ്ഞിട്ടായിരുന്നു, ഒരു വെട്ടല് കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെയായിരുന്നു കൊടുത്തിരുന്നത്. എന്നിട്ട് നമുക്കത് ഇത്രയും ഇതിൽ നമ്മൾ പടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ഇഷ്ടമല്ലാണ്ട് പൊളിച്ചിട്ട് പഴയ പോലെ തന്നെ ആക്കിയത്. നമ്മൾ ആദ്യം ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, ഒരു റൂമിൻ്റെ 2 മൂലയ്ക്കും വരണം. ബാക്കി ഈ ഒരു ഏരിയ ഇതൊരു സർപ്രൈസാണ്. സർപ്രൈസ് ഒന്നല്ല, ഇതിൽ നമ്മളൊരു വെറൈറ്റി ഒരു കണ്ടന്റാണ് കൊണ്ടുവരുന്നത്, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് കാണാം. പിന്നെ കണ്ടില്ലേ, ഇത് ഈ മച്ചിൻ്റെ പ്ലാന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലെ ഹൈറ്റ് ഉണ്ടല്ലേ, ഇത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ഗ്യാപ്പാട്ടോ. എനിക്ക് തോന്നുന്നു 4.5 അടി ഹൈറ്റ്. ആ ജനല് ഈ വാതിൽ എന്ന് പറഞ്ഞാൽ 4.5 അടി ഹൈറ്റ് ആയിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വേറെ കാണിച്ചു തരാം. ഇതിൻ്റെ മച്ചിൻ്റെ മുകളിലേക്ക് ഇത് കിട്ടുമെന്ന് അറിയില്ല. മച്ചിൻ്റെ മുകളിൽ ഉണ്ടല്ലേ, അത് ഞാൻ കാണിച്ചു തരാം. മേലെ കയറിയിട്ട് കാണിച്ചു തരാം. അടുത്ത് നമ്മളിങ്ങനെ പോയിട്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ടി വി വയ്ക്കാനുള്ള TV യൂണിറ്റാണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കറക്റ്റ് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള TV വയ്ക്കാനുള്ള 43 ഇഞ്ചാണ് നമ്മളെ വീട്ടിലുള്ളത്. അത് വയ്ക്കാനുള്ള ഏരിയ ഉണ്ട്. അത് ഇത് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം. ഇതും 10x10 വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം വരിക. ഇത് കന്നിമൂലയിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഇതല്ലേ, ഇതൊക്കെ പ്ലാനിട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് പണി തുടങ്ങിയാൽ മതി. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മച്ച്. ഇപ്പോൾ ഇതിൽ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ മച്ചിനെ പറ്റി ഇഷ്ടമുള്ള കുറേ ആൾക്കാരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതേ ആഗ്രഹം തന്നെയാണ് നമുക്കുള്ളത്. എങ്ങനെയായിരിക്കും വർക്ക് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മച്ചിനെ പറ്റി നമ്മൾ ആർക്കും സപ്പോർട്ട് ചെയ്യാത്തത്. ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ മച്ച് വർക്ക്, നമുക്ക് മെച്ചമുണ്ടോ, എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് ഈ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സപ്പോർട്ട് പറയുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ 1-2 വീട്ടിൽ കണ്ടിട്ടാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ വി ബോർഡിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഇതിലാദ്യം ഞാൻ പറഞ്ഞിരുന്നു വി ബോർഡിലാണ് ഞാൻ ആദ്യം ഇത് മച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. വി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പെറ്റോസിൻ്റെ മിശ്രിതം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. വി ബോർഡ് നമ്മൾ വേണ്ട, ഒരു ചൂടിൻ്റെ അംശം അതിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ മരത്തിലേക്ക് വന്നത്. സെക്കൻഡ് ഹാൻഡ് മരം വന്ന സമയത്ത് 1-2 ടീം നമ്മളടുത്ത് വന്നിരുന്നു. പഴയ മരം കൊണ്ട് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പഴയ മരം കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഏകദേശം ഒരു 5 ലക്ഷം രൂപയാവും മച്ച് ചെയ്യാൻ. അടിപൊളി മച്ചാട്ടോ. കാരണം അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അവർ ചെയ്യുന്നത് പണ്ട് കാലത്തുള്ള ആട്ടമ്പര മച്ചാണ്, സൂപ്പർ മച്ച്. അതൊരു 5 ലക്ഷം രൂപയ്ക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. നമ്മൾ 950 സ്ക്വയർ ഫീറ്റ് ഏരിയ 5 ലക്ഷം രൂപയ്ക്ക്. ഞാൻ പറഞ്ഞു ആകെ നമ്മളെ വീടിന് 15 ലക്ഷം രൂപയാണ് ബഡ്ജറ്റുള്ളത്. അതിൽ പിന്നെ നമുക്ക് ഇത്രയും മുടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കരാറ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 1,10,000 രൂപ ഏകദേശം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചിമ്മിനിയുടെ. അത് നമ്മുടെ ഇന്നത്തെ ആളുകൾ സാമ്പത്തികം മുടക്കി 30,000 രൂപയൊക്കെ മുടക്കിയിട്ട് കൊടുക്കുന്ന ഇന്നത്തെ ആളുകൾ 30,000 രൂപയ്ക്ക് മുടക്കിയിട്ട് ചെയ്യുന്ന വർക്കാണിത്. നമ്മുടെ എന്താ പറയുക, എൻ്റെ കിച്ചണാണത്. നമ്മളെ പുകയൊക്കെ അല്ലേ, ആവിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഇത് ഓപ്പൺ കിച്ചണാണ്. ഇനി അത് 1-2 ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ കൺസെപ്റ്റ് വന്നത്. ഒന്നുമില്ല, സംഭവം നമ്മൾ 30,000 കൊടുത്ത് വാങ്ങുന്നതിലും എക്സോസ് ഫാൻ തന്നെയാണ് മുകളിലുള്ളത് അല്ലേ. മുകളിൽ നിന്നുള്ള എക്സോസ് ഫാൻ തന്നെയാണ്. അതിന് പകരം നമ്മളിവിടെ നിന്ന് എക്സോസ് കൊടുക്കുന്നു, നേരെ ഒരു പൈപ്പ് ഇവിടെ മേലേക്ക് കൊടുക്കുന്നു, അത് അങ്ങോട്ട് പോകുന്നു. അതേ ഇതിലും അതിലും ചെയ്യുന്നുള്ളൂ, അങ്ങനത്തെ ഒരു വർക്ക്. പിന്നീട് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു റാക്ക് വെച്ച് അടയ്ക്കണം. റാക്ക് പറഞ്ഞാൽ അത് ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ബഡ്ജറ്റ് എങ്ങനെ കുറച്ച് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ അതിൽ വർക്ക് നടക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഫ്രിഡ്ജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉയരത്തിലാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചും പ്ലഗും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് തന്നെ ഓപ്പൺ കിച്ചണിൻ്റെ ഈ ഭാഗത്ത് വാഷ് ബേസിൻ കൊടുക്കാനുള്ളതാണിത്. ഇവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വാഷ് ബേസിനുള്ള ഗ്ലാസ്സാണ് ഈ വന്ന് കിടക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഭാഗത്ത് ഇത് മച്ചിൻ്റെ ഭാഗമാണ്. ഈ മച്ചിൻ്റെ ഭാഗം ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ അതിലൂടെ വഴിയുണ്ട്. അതായത് ഈ മച്ചിലേക്ക് കയറാനുള്ള വഴിയാണ്. അതൊരു ബെഡ്റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിന് പകരം ഇവിടെ നമ്മുടെ പാത്രം ഒഴിവാക്കി പെട്ടെന്ന് അത്യാവശ്യമില്ലാത്ത കുറേ പാത്രങ്ങൾ അതൊക്കെ നമുക്ക് വെക്കാനുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാതിൽ കൊടുക്കും. ഒരു ചെറിയൊരു മരത്തിൻ്റെ തന്നെ അവർ ചെയ്ത് തരുമ്പോൾ ആ മരത്തിൻ്റെ ഡോറിനെ അവിടെ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനൊരു കോണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം. അത് പെട്ടെന്ന് ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടില്ല. അത് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അവിടെ ഒരു പഴയ പോലത്തെ ഒരു
കോണി കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇത് മേലേക്കാണല്ലേ, ഇത് മച്ചിന്റെ മുകളിൽ തന്നെ വരിക. ഇത് നമ്മൾ ലാസ്റ്റ് ഓടൊക്കെ മേഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു കില്ലേനെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കിളികളുടെ ശല്യം എത്ര ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വീട് പണി കഴിഞ്ഞൊന്ന് കയറി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് നമ്മുടെ ഹാള് നേരെ ഉയരത്തിലേക്ക് കാണിച്ചു തരാം. ഉയരത്തിൽ ഇതിപ്പോൾ ഡിസൈൻ ചെയ്ത പോലെ ഉണ്ട് കാണുന്നത്. പഴയ ഓടായതുകൊണ്ട് കറുത്ത ഓടുകളൊക്കെ ഉണ്ടല്ലേ. ഏകദേശം 45 വർഷം പഴക്കമുള്ള ഓടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നവരോട് കുറച്ച് പഴക്കം കൂടുതലായിരിക്കണം ഓട്. അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ പുതിയ ഓടുകൾ നമുക്ക് വേണ്ട, പഴമയുള്ള ഓട് തന്നെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റായിരുന്നു നമുക്ക്. അത് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരേ കമ്പനിയുടെ ഓടാണ്, കോഴിക്കോടത്തെ ഓടാണ് നമുക്കുള്ളത്. അവിടുത്തെ ആ ഓട് നമ്മൾ ചെന്നൈയിലൊരു ഗോഡൗൺ പൊളിച്ചിട്ടാണ് ഒരു ആൾ തന്നിട്ടുള്ളത്. 21 രൂപയ്ക്കാണ് നമ്മളെ സൈറ്റിൽ അവർ ഇറക്കി തന്നിട്ടുള്ളത്. ഇറക്കുകൂലിയൊന്നും ഇല്ലാതെ എല്ലാം കൂടി കൂട്ടിയിട്ട് 21 രൂപയാണ് ഒരു ഓടിന് വന്നിട്ടുള്ളത്. ഓട് നല്ല ഓടാട്ടോ, അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ ഉദ്ദേശിച്ചത് വാട്ടർ വാഷ് ചെയ്തു, നമ്മൾ തന്നെ വാട്ടർ വാഷ് ചെയ്തതാണ്. വാട്ടർ വാഷും കൂടി അവർ ചെയ്ത് തരികയാണെങ്കിൽ ഒരു ഓടിന് 5 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയുള്ളത് നമുക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഇതല്ലേ, ഈ ഭാഗത്ത് ഇത് നമ്മുടെ കോർട്ട്യാർഡാണ്. ഇവിടെ നമ്മൾ 1-2 പ്ലാനുകളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യം ടൈല് അതൊക്കെ വലിയ ക്വാളിറ്റി ഇല്ലാത്ത ടൈലിടാൻ ഇട്ടാൽ മതി. ക്വാളിറ്റിയിൽ പക്കയായിരിക്കും, പക്ഷെ കുറച്ച് ഏരിയ ആയതുകൊണ്ട് ഒരു വെറൈറ്റി അതിന് ടൈലിടാം. അതിന് ശേഷം അതിൽ നമ്മൾ പച്ചപ്പുല്ല് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അത് നമ്മൾ അതിൽ ഇൻബിൽഡ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇതൊരു സോഫ സെറ്റ് പോലെ നിങ്ങൾ ചിന്തിക്കുക. ഇതിൽ നമ്മളിങ്ങനെ ഇരിക്കുക, ഇവിടെ ഇരുന്നിട്ട് TV ഒക്കെ കാണാൻ പറ്റും. നമുക്കപ്പോൾ ഇവിടെ അല്ലെങ്കിൽ വൈഫ്, അച്ഛൻ, അമ്മ ആരിവിടെ വർക്ക് അടുക്കളയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫ്രീഡം ഫുൾ ടൈം ആയിരിക്കും, എല്ലാവരും ഒന്നിച്ചായിരിക്കും. നമ്മളാ കൺസെപ്റ്റിൽ തന്നെ മുകളിലേക്ക്, അതായത് 2ാം നില വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പ്ലാനിലുണ്ടായിരുന്നു. കാരണം 1ാമത്തെ നിലയിൽ നമ്മളിവിടെ താമസിക്കുന്ന വർക്കിൽ ഇപ്പോൾ ഇതിൽ ഞാനും വൈഫും കുട്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു തട്ടിത്തടച്ചിലുകൾ ഉണ്ടായിരിക്കണം. അതാണ് നമ്മളെ കൺസെപ്റ്റ് കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. എല്ലാവരും ഒന്നിച്ച് എപ്പോഴും ഉണ്ടാകുമ്പോഴാണ്, അതായത് ഒന്നിച്ച് കൂടുമ്പോഴാണല്ലോ കുടുംബം എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ താമസിക്കുന്നത് ഞാൻ, അച്ഛൻ, അമ്മ, വൈഫ്, മോന്, ഇത്രയും ആൾക്കാരാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ അമ്മമ്മയുണ്ട്, അമ്മയുടെ അമ്മയും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാത്തിനുള്ള സൗകര്യം നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ ഇനി അഥവാ ആരെങ്കിലും കുടുംബക്കാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനും താമസിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. മുകളിൽ കണ്ടില്ലേ, ഇത് നമുക്കൊരു ബെഡ്റൂം പോലെ ഉപയോഗിക്കാം. അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ. അതുപോലെ ഓപ്പൺ കിച്ചണ് നമ്മളെ കൺസെപ്റ്റിൽ ഉണ്ടായതിൻ്റെ മെയിൻ കാരണം ആരും അങ്ങനെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ ഇതാക്കേണ്ടതില്ല. എല്ലാവരും എപ്പോഴും ഒപ്പാവും. വൈഫിന് ഇവിടെ TV ആണെങ്കിൽ TV കാണാം. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ എല്ലാവരുമായിട്ട് മിങ്കിളായിരിക്കും. പെട്ടെന്ന് പലരും പറഞ്ഞു കയറി വരുമ്പോൾ തന്നെ എല്ലാവരും കാണണം, അതൊരു ഭംഗിക്ക് കുറവൊന്നുമില്ല. കാരണം നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് പുറത്തുനിന്ന് ആര് വന്നാലും നമ്മളെ വിസിറ്റേഴ്സാണ്, നമ്മളെ ആൾക്കാരാണ്. അപ്പോൾ അതിനും പലരും പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണല്ലോ. ഇത് നമ്മളവിടെ വാഷ് ബേസിനും സിങ്കാണ് ഇവിടെ വരുന്നത്. സിങ്കിനുള്ള ഗ്യാപ്പാണ് വിട്ടിട്ടുള്ളത്. പക്ഷേ നമ്മളിത് ഒന്നുകൂടി വലിപ്പം കൂട്ടാനുണ്ട്. കാരണം നമ്മളിപ്പോൾ വാങ്ങിയ സിങ്കിന് ഇതിലേറെ വലിപ്പമുണ്ട്. ഇത് നമ്മളിവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ GI പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ GI പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പട്ടിക പോലത്തെ 1.25 1.5 കൊടുക്കുക. അരയല്ല 1 കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 1.25 തോന്നുന്നുണ്ട് കേട്ടോ. 1.5 1.5 നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചെറുതാണ്, കനം കുറഞ്ഞതാണ്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. തീരെ കനം കുറഞ്ഞ, കാരണം അത്ര ഏരിയ മതിയത്. ഇതാണിപ്പോൾ നമ്മളെ ഒരു നല്ല ഭംഗിയുള്ള ഏരിയ അല്ലേ. ഇതിന് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ കമ്പി വാങ്ങിയത് മാത്രം 4000 രൂപയായിട്ടുണ്ട്. പിന്നെ പണിക്കൂലി എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ പണിക്കൂലി ഒരു 6000 രൂപ, എല്ലാം കൂടി ഒരു 6000 രൂപ. അതിപ്പോൾ നമ്മളൊരു ജനലാണ് വെക്കുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 6000-ൽ ഒതുങ്ങില്ല. കാരണം അതിന് ജനൽപ്പൊടി വേണം, അങ്ങനെ കുറേ ചിലവുകൾ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതോടുകൂടി ഇവിടുത്തെ ചിലവ് മൊത്തം തീരും. പിന്നെ അതേപോലെ ഇനി നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരു ജനൽപ്പൊടി വരും. അതൊക്കെ അതിൽ ഫാബ്രിക്കേഷൻ്റെ ഡോർ തന്നെ വരും.
ഇതിൽ നമ്മൾ ഫാബ്രിക്കേഷൻ്റെ ഡോറിനാണ് പറഞ്ഞിട്ടുള്ളത്. ഫാബ്രിക്കേഷൻ്റെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലൈഡിങ് ഡോറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനിപ്പോൾ എനിക്ക് സാധനം ഞാൻ എടുത്തത് 4600 രൂപയായി. ഇത്രയും ഏരിയയ്ക്ക് സ്ലൈഡിങ്ങിന് മാത്രമായിട്ട് എടുത്ത എമൗണ്ട്. നമ്മളെ വീടിന് മൊത്തത്തിൽ ഇപ്പോൾ ജനലുകളെല്ലാം കൂടി ഫ്രെയിം മാത്രം ഇതിൽ അലുമിനിയത്തിൽ വാങ്ങാൻ ഏകദേശം നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് 21,000 രൂപയായി മൊത്തത്തിൽ. ഇനി പണിക്കൂലി ഉണ്ട്, പിന്നെ ഗ്ലാസ്സും ഉണ്ട്. ഗ്ലാസ് ഞാൻ അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഗ്ലാസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്ന് കാണുക. അതിന് നമുക്ക് ഗ്ലാസ്സിന് ഏകദേശം 3500 രൂപയുടെ അടുത്തായി. എനിക്ക് തോന്നുന്നു ഏകദേശം ഗ്ലാസിൻ്റെ എല്ലാം കൂടി വർക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് പണിക്കൂലി എല്ലാം കൂടി ഒരു 31-32 രൂപ മാക്സിമം അത്ര വരെ ഉണ്ടാവുള്ളൂ. അത് കൂടുതൽ വരാൻ സാധ്യതയില്ല. ഇത് നമ്മുടെ കോണി. ഈ കോണി ഇതൊന്നും കൂടി തിരിച്ചാണ് ഇടുക. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം എല്ലാവരും കയറുന്നതുകൊണ്ട് നമ്മൾ നേരെ തലകുത്തനെ വെച്ചതാണ്. അപ്പോൾ നമുക്ക് ചളിയായാലും വലിയ വിഷയമില്ല. ഇത് നമ്മൾ തന്നെ സാനിറ്റർ ചെയ്താണ്. സാനിറ്റർ ചെയ്ത വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട്. സാനിറ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പരിക്കൻ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലൊരു ക്ലിയർ, അതായത് കാണുന്ന രീതിയിലൊരു ക്ലിയർ മാത്രമേ അടിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യം 1-2 കടയിൽ പഴയത് കടയിൽ പോയിട്ടാണ് നമ്മൾ ഈ കോണി നോക്കിയത്. ഈ കോണി ഇത്രയും വലിപ്പമുള്ള ഈ ഒരു കോണിക്ക് നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് 900 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പഴമയോടൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പുതിയതൊന്നും ചെയ്ത് ഒരുപാട് പൈസ കളയണ്ട. പൈസ ഒരുപാട് ഫണ്ടിറക്കി പുതിയ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പഴയതാണ് അല്ലെങ്കിൽ പഴമയാണ്, ബഡ്ജറ്റ് ചിലവ് കുറയ്ക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ പഴയ വീട് പൊളിക്കുന്നത് നമുക്ക് കിട്ടും. ഒരു ബഡ്ജറ്റ് ചിലവില്ലാതെ കിട്ടും. കാരണം ഇത് അവിടെ അവർക്ക് കടന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ചിന്തിക്കുന്ന ഇങ്ങനത്തെ ഒക്കെ കൺസെപ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. ഇത് 2 ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. ഇത് ഇത്രയും ഇങ്ങനൊരു പീസ് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു സംഖ്യ വരും. ഏകദേശം ഇങ്ങനത്തെ ഒരു കോണി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കറക്റ്റ് കണക്കൊന്നും അറിയില്ല. ഒരു ആശാരി ഒരു 3-4 ദിവസത്തെ പണി എന്തായാലും ഉണ്ടായിരിക്കും. ഇത് 3 ദിവസത്തെ പണി കൂട്ടാം. 3 ദിവസത്തെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വർക്കിന് ഒരു 3000-4000 എങ്ങനെയായാലും 5 റുപ്യ 6 റുപ്യേൻ്റെ മേലെ ചിലവ് വരുന്നതാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത് വിചാരിച്ച് ഞാൻ അവർക്ക് പണി ഇല്ലാതിരിക്കാനുള്ള പരിപാടി അല്ല ചെയ്യണത്. എല്ലാവർക്കും പണി വേണം, എല്ലാവർക്കും വർക്ക് വേണം, എല്ലാവർക്കും ഒരേപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇത് ജാളി കണ്ടില്ലേ? ജാളിക്ക് നമുക്ക് വന്നിട്ടുള്ളത് 35 രൂപയാണിത് ഒരു ജാളിക്ക് കേട്ടോ. ഒരു ജാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മുടെ നൗഷാദാക്കിയാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. നൗഷാദാക്കിനെയാണ് നമ്മളിപ്പോൾ മതിലിൻ്റെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജാളിക്ക് 35 രൂപയാണ്. ഈ ജാളി നമ്മൾ പലരും ജാളികൾ പുതിയ മോഡൽ ജാളികൾ വാങ്ങുന്നുണ്ട്. 90 രൂപയാണ് അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വാങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം. ഇതിപ്പോൾ ഇത്രയും ചെയ്തതിന് എനിക്ക് തോന്നുന്നത് 4000-5000 പണിക്കൂലി 1.5 ദിവസം 5-5.5 റുപ്യേൻ്റെ അടുത്ത് 5500-6000 അതിൻ്റെ മേലേക്ക് ഇത് പോയിട്ടില്ല. 6000 രൂപയാണ് ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാനുള്ള ചിലവ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഇതൊരു ജനലാണ് കൊടുത്തത് വിചാരിക്കുക. നമുക്ക് ഓരോ പൊളി 1, 2, 3, 4, 5, 6, 7 പൊളി മിനിമം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 6 പൊളി എന്ന് കൂട്ടാം. 6 പൊളിക്ക് ഒരു ജനൽ പൊളിക്ക് തന്നെ വരുന്നുണ്ട് 1200 രൂപ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് 6000-7000 റുപ്യേൻ്റെ അടുത്ത് അവിടെ തന്നെ ചിലവ് വന്നു. പിന്നെ നമുക്ക് കാറ്റ് ഫുൾ ടൈം കിട്ടില്ല. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കുക. അതേപോലെ ഇവിടെ വന്നിട്ട് ഈ മുകളിലേക്കുള്ള ഞാൻ കാണിച്ചു തരാം. ഇത് മുകളിലേക്കുള്ള വഴിയാണ്, അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഈ ജനലൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് തുച്ഛമായ വിലയിൽ കിട്ടിയതാണ്. തുച്ഛമായ വിലയിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളൊരു ജനൽപ്പൊളിയാണ്. അതേപോലെ ഇവിടെ ഒരു ജനൽപ്പൊളിയുണ്ട്. ഇതൊക്കെ നമ്മളൊരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മോഡേൺ ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഇവിടെ കണ്ട നിങ്ങൾ ഈ ഒരു വാതിൽ കണ്ടോ? വാതിൽ പോലെ, അതായത് ഇത് നമ്മൾ ജനൽപ്പൊളി തന്നെയാണ്. ഈ ജനൽപ്പൊളിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ തുച്ഛമായ ലെവലിൽ കിട്ടിയതാണ്. അത് വിചാരിച്ച ഒരാൾക്ക് നഷ്ടം വന്ന രീതിയിൽ നല്ല കേട്ടോ. കാരണം ഇത് പണ്ടത്തെ മോഡലാണ്. ഉള്ളിൽ റൗണ്ട് ഈ ഭാഗത്ത് കണ്ടില്ലേ? ഈ ഹോൾ അടച്ചിട്ടുള്ള റൗണ്ട് രീതിയിലാണ്. ഈ റൗണ്ട് രീതിയിലുള്ള ജനൽപ്പൊളിയൊന്നും ആർക്കും അങ്ങനെ ഇപ്പോൾ ആവശ്യം വരില്ല. കാരണം പുതിയ വീടുണ്ടാക്കുന്നവരൊന്നും അങ്ങനത്തെ ഉണ്ടാക്കില്ല. ഒക്കെ ഇപ്പോൾ സ്ക്വയർ പൈപ്പ് പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്
അവിടെ അവരെ കടയിൽ അവർ വേസ്റ്റ് പോലെ, അവർക്കത് നഷ്ടമാണ് ശരിക്കും. അപ്പോൾ അത് അവർ വേസ്റ്റ് പോലെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ആ സിമെൻറ്റിൻ്റെ മാത്രമേ ചിലവ് വരുള്ളൂ. സിമെൻറ്റ് മണിക്കൂലിയും കൊടുത്താലും നമുക്ക് നഷ്ടമല്ല, 100-150 കൊടുത്താലും നഷ്ടമല്ല. എനിക്കിത് ഒരു പീസ് 80 രൂപ വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് 80, അത് 80 രൂപ. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിക്കില്ല. 80 രൂപ കറക്റ്റ് 80 രൂപയായിട്ടില്ല. 500, 600, 700 റുപ്യൊക്കെ ചിലവുള്ളവർക്ക് നമുക്ക് 80 രൂപയൊക്കെ ചിലവ് വന്നിട്ടുള്ളൂ. അങ്ങനത്തെ നമുക്ക് 1, 2, 3, 4, 5, 6 ഇത്രയും ഏരിയ ഉണ്ട്. ഇത് 3.5 അടിയാണ് കേട്ടോ വലിപ്പം വരുന്നത്. 3.5 അടിയാണ്. ഇത് 2.5 അടിയാണ്. ഇത് 4.5 അടിയാണ്. ഇത് 4.5 അടിയാണ്. ഇതൊക്കെ ഇത്രയും റേഞ്ച് വന്നിട്ടുള്ളത്. ഇത് കൂടെ ഇപ്പോൾ നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ശരിക്കും നടക്കാൻ പറ്റിയാൽ നമുക്കൊരു കാര്യം ഞാൻ പിന്നെ കാണിച്ചു തരാം. അതേപോലെ ഇവിടെ ഈ കോണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കോണി ഇതിപ്പോൾ പൊക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിവിടെ നമ്മൾ ഇതിങ്ങനെ പൊക്കും അല്ലേ, ഇങ്ങനെ നമുക്ക് പൊക്കാൻ പറ്റും. ഇത് കയറിലാണ് നിൽക്കുക കേട്ടോ. ഇത് നമ്മളൊരു വെറൈറ്റി പെയിൻ്റ് അടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താവും എന്നൊക്കെ നമുക്ക് പരിപാടി കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. ഇത് നമ്മളിങ്ങനെ താഴ്ത്തി വയ്ക്കും അല്ലേ. ഈ കോണി എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണി അല്ല കേട്ടോ. ശരിക്കും ഇത് നമുക്ക് ടാങ്കിൻ്റെ മേലേക്ക് കയറാനുള്ള വഴിയായിരുന്നു നമ്മൾ അവരോട് പറഞ്ഞതെന്ന്. പക്ഷെ ഇത് വെറൈറ്റി ഒരു കൺസെപ്റ്റായി. നമ്മൾ നേരെ ഇതിലൂടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ഈ കാണുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് എടുത്ത കമ്പികളാണ്, ഫ്രഷ് എടുത്തിട്ടില്ല. 1 കിലോന് 35 രൂപ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആവുമ്പോൾ വരുള്ളൂ. പുതിയ കമ്പിക്കാണെങ്കിൽ 85 രൂപേൻ്റെ മേലെ വരുന്നുണ്ട്, 84 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ടാങ്ക് കേട്ടോ. ടാങ്കിലേക്കുള്ള വഴിയാണ്. ഇതൊരു വെറൈറ്റി കൺസെപ്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നണമെന്ന് പറയാം. ചിമ്മിനി നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി ഒരു ടാങ്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഏരിയ നമ്മളിവിടെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബാൽക്കണി പോലെ ഇവിടെ സെറ്റ് ചെയ്തു. ഇത് കണ്ടില്ലേ, ഗ്രില്ല് കൊടുത്തു, മൊത്തത്തിൽ ഗ്രില്ല് കൊടുത്തു. ഇവനെന്താ ഇത്രയും ഗ്രില്ല് കൊടുക്കാൻ വട്ടാണെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ഈ ഗ്രില്ലിനൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് കമ്പികൾ. കാരണം സ്ക്വയർ പൈപ്പ് നമുക്ക് സെക്കൻഡ് ഹാൻഡ് കടയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിന് നമുക്ക് 1 കിലോന് 35, 40, 50 മാക്സിമം പോയാൽ 50 രൂപ വരെ. അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അത്രയ്ക്ക് അതിന് റേറ്റ് വരുള്ളൂ സെക്കൻഡ് ഹാൻഡ് കമ്പി ആയതുകൊണ്ട്. ഇവിടെ നമ്മൾ മൊത്തത്തിലൊരു വൈറ്റ് തീമാണ് കൊടുത്തിട്ടുള്ളത്, ഫുള്ള് വൈറ്റ് കളർ എന്നുള്ള ഉദ്ദേശത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് ഗ്രില്ലിടാൻ എനിക്ക് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളത് 5 രൂപയാണ്. പണിക്കൂലി അടക്കം 5000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കമ്പി പുതിയത് വാങ്ങി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ വരും. 35 രൂപ എന്നുള്ളത് 84 രൂപ അല്ലെങ്കിൽ 83 രൂപ സ്ക്വയർ ഫീറ്റിന് എന്നുള്ള സ്ക്വയർ ഫീറ്റ് അല്ല, 1 കിലോന് എന്നുള്ള ബേസിൽ കൂട്ടിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും. ഇത് നമ്മളിവിടെ കണ്ടില്ലേ, ഇത് എന്താ പറയുക, വിയാവൂരിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ നമുക്ക് ധൈര്യമായിട്ട് കയറി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിനൊരു കൈവരി നമുക്ക് കൊടുക്കാനുണ്ട്. അതിന് വർക്ക് നമുക്ക് നടന്നിട്ട് വേണം. ഇതിപ്പോൾ നമുക്ക് അറിയുന്നവർക്ക് മാത്രമേ പെട്ടെന്ന് കയറി വരാൻ പറ്റുള്ളൂ. എൻ്റെ വൈഫ് ഇത്രയും കാലമായിട്ട് ഇതിൽ കയറിയിട്ടില്ല, കാരണം പേടിയാണ് കൈവരി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കൈവരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വർക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഇതിൽ എല്ലാവർക്കും കയറാൻ പറ്റും. പിന്നെ പെട്ടെന്ന് കുട്ടികൾക്കൊന്നും ഓടി വന്നിട്ട് ഇതിലേക്ക് കയറാൻ പറ്റില്ല, കാരണം ഇത് ഫുൾ ടൈം ഇത് ഇവിടെ ഉണ്ടായിരിക്കില്ല. നമ്മൾ വലിയ ആളുകളുടെ സമയത്ത് മാത്രമേ ഇത് പൊന്തിച്ച് കൊടുക്കുള്ളൂ. നമുക്കിത് കയറിലായിരിക്കും ഇരിക്കുക. അതിൻ്റെ വർക്ക് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ സൈഡിലുള്ള കമ്പി നമ്മൾ ഇവിടേക്ക് കൊടുക്കും. എന്നിട്ട് നേരെ അതിൻ്റെ മുകളിലേക്ക് ഒരു കയർ വരും. ആ കയറിൽ നിന്നാണ് നമ്മൾ ഒരു ബോൾട്ട് വെച്ചിട്ട് നേരെ താഴത്തേക്ക്, ആ കയർ ഫുൾ ടൈം പുറത്തുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ നേരെ വന്നിട്ട് നമ്മുടെ ബാൽക്കണിയാണ് ഈ കാണുന്നത് കേട്ടോ. ബാൽക്കണീൻ്റെ ഡോർ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാൽക്കണീൻ്റെ ഡോറ് പണ്ടത്തെ തിരുകുറ്റിവാതിലാണിത്. തിരുകുറ്റിവാതിലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ഈ ഭാഗത്ത് കുട്ടികൾ ചാടി കിടക്കാൻ പറ്റിയ രീതിയിലാണ്. അതായത് ഞാൻ ഇതിൽ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പിന്നി പറയണത്. ഇപ്പോൾ ഈ വാതിൽ നമ്മൾ ആദ്യം വേറൊരു സാധാരണ വാതിലായിരുന്നു. ഇത് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടോ അറിയില്ല, പുറത്തുണ്ട്. ഒരു 500 രൂപയ്ക്ക് വാങ്ങിയ പഴയ ഒരു വാതിലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. മരത്തിൻ്റെ തന്നെയാണത്. അതിലാണ് ഞാൻ നമ്മുടെ പരിചയത്തിലൊരു പഴയതിൻ്റെ ഒരാളെ കടയിൽ പോയപ്പോൾ, പഴയത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീടുകൾ പൊളിക്കുന്ന ആൾക്കാരുണ്ടോ, അവർ കടയിൽ പോയപ്പോൾ നമ്മളിങ്ങനൊരു തിരുകുറ്റി വാതിൽ കണ്ടു. അത് ഈ പത്തായപ്പുരയ്ക്കൊക്കെ കയറുന്ന ടൈപ്പ് വാതിലാണ്.
അത് ഭയങ്കര കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുട്ടികൾ ഓടി വന്നിട്ട് ഇതിൽ ചാടി കയറി ഇരിക്കരുത്. പെട്ടെന്ന് അവർ നമ്മൾ ഒരു സമയം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ എന്നുള്ള, അതായത് ബാൽക്കണിയിലേക്ക് കയറാൻ പാടുള്ളൂ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചാടി കയറി ഏതല്ലേ ചാടി കയറണം. അല്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലേ, നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തോട്ട് കാലിട്ടിരിക്കാം. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഒരു കട്ടിൽ ഇങ്ങനെ ഇട്ടതാണ്. കട്ടിൽ പറഞ്ഞാൽ മടക്കുന്ന കട്ടിലാണ്. ഇത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മളിങ്ങനെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ള 2 കസേര മാത്രം. ഇതിൻ്റെ മുകളിൽ ഒരു 2 കട്ടൻ ചായയൊക്കെ വെച്ച് ഇങ്ങനെ ഇതിൻ്റെ ചായ കുടിക്കുമ്പോൾ നല്ല വൈബായിരിക്കും. വൈകുന്നേരം നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. മഴ പെയ്യുമ്പോൾ ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതിപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് വെറുതെ അടിച്ചിട്ടുള്ളത്, മുകളിലേക്കൊന്നും അടിച്ചിട്ടില്ല. വൈറ്റ് കളർ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊടുക്കാൻ. അതാകുമ്പോൾ നമുക്ക് ദൂരത്തുനിന്നും പെട്ടെന്ന് കാണാൻ പറ്റുന്നുള്ള ഉദ്ദേശത്തിലാണ്. ഈ വാതിലിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ഒന്ന് കയറി കണ്ടു. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള കളറും ഇപ്പോഴത്തെ കളറും തമ്മിലുള്ള മാറ്റം, ഇതൊക്കെ സാൻഡർ നമ്മൾ തന്നെയാണ് ചെയ്തത്. അതിന് വേറെ ആരും വന്നിട്ടില്ല. അതായത് നമ്മൾ തന്നെ സാൻഡർ മെഷീൻ വാടകയ്ക്ക് എടുത്ത് നമ്മൾ തന്നെ സാൻഡർ അടിച്ചാണ്. ഇത് പഴയ വാതിലിൻ്റെ പഴയ തന്നെയാണ്. ഇതൊക്കെ ഇതിലൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഇതൊന്നും സാൻഡർ അടിച്ച് മിനുക്കിയെടുത്തു. പിന്നെ ഇതിലൊക്കെ കുറേ പൈസ മുടക്കേണ്ടി വരും. എന്നോട് കണ്ടവരൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇനി പോളിഷ് ചെയ്യാനൊക്കെ കുറേ, അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ബഡ്ജറ്റ് കളയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ.